വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. മണവാളിനെ എതിരേൽക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകമാരോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിശൂന്യർ തങ്ങളുടെ വിളക്കുകൾ എടുത്തെങ്കിലും അവയോടുകൂടി ആവശ്യത്തിന് എണ്ണ എടുത്തിരുന്നില്ല. എന്നാൽ ബുദ്ധിയുള്ളവരോ തങ്ങളുടെ വിളക്കുകളോടുകൂടെ കുപ്പിയിൽ എണ്ണയും എടുത്തു. മണവാളൻ വരാൻ വൈകി. എല്ലാവരും ഉറക്കമായി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ, അദ്ദേഹത്തെ വരവേൽക്കാൻ പുറപ്പെടുക എന്ന ആർപ്പുവിളിയുണ്ടായി. കന്യകമാർ എല്ലാവരും ഉണർന്നു. അവരവരുടെ വിളക്കുകൾ ഒരുക്കി. ബുദ്ധിശൂന്യർ ബുദ്ധിയുള്ളവരോട്, നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്കും തരിക, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു. സാധ്യമല്ല, നാം 2 കൂട്ടർക്കും കൂടി എണ്ണ തികയാതെ വരും. അതുകൊണ്ട് എണ്ണ വിൽക്കുന്നവരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ ആവശ്യമുള്ളത് വാങ്ങുക എന്ന് ബുദ്ധിയുള്ളവർ അവരോട് പറഞ്ഞു. അവർ എണ്ണ വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്ന കന്യകമാർ അദ്ദേഹത്തോടൊപ്പം വിവാഹ വിരുന്നിനായി അകത്തു പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് എണ്ണ വാങ്ങാൻ പോയ കന്യകമാരും തിരിച്ചു വന്നു. യജമാനനെ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ എന്ന് അവർ അപേക്ഷിച്ചു. എന്നാൽ മണവാളൻ അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് അരുളി ചെയ്തു. ആകയാൽ നിങ്ങളും എപ്പോഴും ജാഗരൂകരായിരിക്കുക. ആ ദിവസവും സമയവും നിങ്ങൾ അറിയുന്നില്ലല്ലോ. ഒരു മനുഷ്യൻ ദൂരേക്ക് യാത്ര പുറപ്പെടുമ്പോൾ തൻ്റെ സേവകരെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. അദ്ദേഹം ഓരോ സേവകനും അവരവരുടെ കഴിവനുസരിച്ച് ഒരാൾക്ക് 5 തലാത്ത്, മറ്റൊരാൾക്ക് 2, വേറെ ഒരാൾക്ക് 1 എന്നിങ്ങനെ നൽകി. തുടർന്ന് അദ്ദേഹം യാത്രയായി. 5 തലാത്ത് ലഭിച്ചയാൾ പോയി ആ പണം കൊണ്ട് വ്യാപാരം ചെയ്ത് 5 തലാത്ത് കൂടി സമ്പാദിച്ചു. അതുപോലെ തന്നെ 2 തലാത്ത് ലഭിച്ചയാൾ 2 കൂടി നേടി. എന്നാൽ 1 തലാത്ത് ലഭിച്ചയാൾ അതുമായി പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനൻ്റെ പണം അതിൽ മറവ് ചെയ്തു. ഏറെക്കാലത്തിന് ശേഷം ആ സേവകരുടെ യജമാനൻ മടങ്ങിയെത്തി അവരുമായി കണക്ക് തീർത്തു. 5 തലാത്ത് ലഭിച്ച സേവകൻ യജമാനനെ സമീപിച്ച്, അങ്ങ് 5 തലാത്താണല്ലോ എന്നെ ഏൽപ്പിച്ചിരുന്നത്, ഇതാ ഞാൻ 5 കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് പറഞ്ഞു, വളരെ നല്ലത്, സാമർഥ്യനും വിശ്വസ്തനുമായ ദാസ, നീ ഈ ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ ആയിരുന്നല്ലോ, ഞാൻ നിന്നെ അധികം കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിക്കും. വന്ന് നീ യജമാനൻ്റെ ആനന്ദത്തിൽ പങ്കുചേരുക. 2 തലാത്ത് ലഭിച്ച സേവകനും വന്ന്, യജമാനനെ, 2 തലാത്താണല്ലോ അങ്ങ് എന്നെ ഏൽപ്പിച്ചിരുന്നത്, ഇതാ ഞാൻ 2 കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോടും പറഞ്ഞു, വളരെ നല്ലത്, സമർത്ഥനും വിശ്വസ്തനുമായ ദാസ, നീ ഈ ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ ആയിരുന്നല്ലോ, ഞാൻ നിന്നെ അധികം കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിക്കും. വന്ന് നിന്റെ യജമാനൻ്റെ ആനന്ദത്തിൽ പങ്കുചേരുക. പിന്നെ 1 തലാത്ത് ലഭിച്ചിരുന്നവനും വന്നു. അയാൾ യജമാനോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുകയും വിതരാത്തയിടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ ഭയന്നിട്ട് അങ്ങയുടെ തലാത്ത് നിലത്ത് ഒളിപ്പിച്ചു വെച്ചു. അങ്ങയുടെ പണം ഇതാ ഞാൻ തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ യജമാനൻ അവനോട്
ഇങ്ങനെ ഉത്തരം പറഞ്ഞു: ദുഷ്ടനും മടിയനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ അറിഞ്ഞിരുന്നല്ലോ. എൻ്റെ പണം നിനക്ക് ബാങ്കിലെങ്കിലും നിക്ഷേപിക്കാമായിരുന്നില്ലേ? അങ്ങനെ ഞാൻ മടങ്ങി വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചു പലിശയെങ്കിലും എനിക്ക് ലഭിക്കുമായിരുന്നില്ലേ? ആ തലാത്ത് അയാളുടെ പക്കൽ നിന്നും എടുത്ത് 10 തലാത്തുള്ളവന് കൊടുക്കുക. ഉള്ളവർക്ക് അധികം നൽകപ്പെടും, സമൃദ്ധമായും നൽകപ്പെടും. എന്നാൽ ഇല്ലാത്തവരിൽ നിന്ന് അവർക്കുള്ള അല്പം കൂടി എടുത്തു കളയും. അയോഗ്യനായ ആ സേവകനെ പുറത്ത് ഘോരാഗ്രഹത്തിലേക്ക് എറിഞ്ഞു കളയുക. അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടാകും. മനുഷ്യപുത്രൻ തൻ്റെ സകല ദൂതന്മാരുമായി അവിടുത്തെ മഹത്വത്തിൽ വരുമ്പോൾ അവിടുത്തെ രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടൻ ആകാനായി സകല ജനതയും തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടും. ഇടയൻ കോലാടുകളിൽ നിന്ന് ചെമ്മരിയാടുകളെ വേർതിരിക്കുന്നത് പോലെ അവിടുന്ന് ജനത്തെ വിഭജിക്കും. ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുഭാഗത്തും കോലാടുകളെ തൻ്റെ ഇടത്തുഭാഗത്തും നിർത്തും. പിന്നെ രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് ഇപ്രകാരം അരുളി ചെയ്യും: എൻ്റെ പിതാവിൻ്റെ അനുഗ്രഹത്തിന് യോഗ്യരായവരെ വരിക. ലോക സൃഷ്ടിക്ക് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമാക്കുക. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. എനിക്കു ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ സഞ്ചാരിയായിരുന്നു, എങ്കിലും നിങ്ങൾ എന്നെ വീട്ടിൽ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ പരിചരിച്ചു. ഞാൻ കാരാഗൃഹത്തിൽ ആയിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ നീതിനിഷ്ഠർ അവിടുത്തോട്: എപ്പോഴാണ് കർത്താവെ അങ്ങ് വിശപ്പുള്ളവനായി കണ്ടിട്ട് ഞങ്ങൾ അങ്ങേക്ക് ആഹാരം തന്നത്? ദാഹിക്കുന്നവനായി കണ്ടിട്ട് കുടിക്കാൻ തന്നത് എപ്പോഴാണ്? ഒരു സഞ്ചാരിയായി കണ്ടിട്ട് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുകയോ നഗ്നനായിരിക്കെ വസ്ത്രം ധരിപ്പിക്കുകയോ ചെയ്തത് എപ്പോഴാണ്? രോഗിയായോ തടവുകാരനായോ കണ്ടിട്ട് എപ്പോഴാണ് ഞങ്ങൾ അങ്ങയെ സന്ദർശിച്ചത് എന്ന് ചോദിക്കും. അതിന് രാജാവ് ഇപ്രകാരം മറുപടി പറയും: എൻ്റെ അവഗണിക്കപ്പെട്ട ഈ സഹോദരങ്ങളിൽ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തുടർന്ന് രാജാവ് തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് കൽപ്പിക്കും: കടന്നു പോകുക, പിശാചിനും അയാളുടെ കിങ്കരന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുക. എനിക്കു വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല. എനിക്കു ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല. ഞാൻ സഞ്ചാരിയായിരുന്നു, നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ വസ്ത്രം ധരിപ്പിച്ചില്ല. ഞാൻ രോഗിയും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ പരിചരിച്ചില്ല. അപ്പോൾ അവരും അവിടുത്തോട്: എപ്പോഴാണ് കർത്താവെ അങ്ങ് വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ സഞ്ചാരിയോ നഗ്നനോ രോഗിയോ തടവുകാരനോ ആയി കണ്ടിട്ട് ഞങ്ങൾ അങ്ങേ സഹായിക്കായിരുന്നത് എന്ന് ചോദിക്കും. അതിന് രാജാവ് ഇപ്രകാരം മറുപടി പറയും: എൻ്റെ അവഗണിക്കപ്പെട്ട ഈ സഹോദരങ്ങളിൽ ഒരാൾക്കെങ്കിലും നിങ്ങൾ ചെയ്യാതിരുന്നതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അവർ നിത്യ ശിക്ഷയിലേക്കും
നീതിമാന്മാർ നിത്യ ജീവനിലേക്കും പ്രവേശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആമേൻ.